മത്സ്യവിഭവങ്ങൾ മനുഷ്യരിലേക്ക് എത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ക്യാപ്ചർ ഫിഷീസ് എന്ന് പറയും. അതായത് നമ്മൾ നദികളിൽ നിന്നും പൊതുവെ സീയിൽ നിന്നും, അതായത് കടലിൽ നിന്നും മറ്റും നമ്മൾ പിടിക്കുന്നതിന് ക്യാപ്ചർ ഫിഷീസ് എന്ന് പറയും. പൊതുവെ ക്യാപ്ചർ ഫിഷീസിന് നമ്മൾ സീയിൽ നിന്നുള്ള ക്യാപ്ചർ ഫിഷീസ് എന്ന് പറയും. രണ്ടാമത്തത് കൾട്ടിവേബിൾ ഫിഷീസ് അല്ലെങ്കിൽ കൾച്ചർ ഫിഷീസ് എന്ന് പറയും. രണ്ടും വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരിക, മറ്റൊന്ന് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. പണ്ട് കാലങ്ങളിൽ തൊട്ട് തന്നെ നദീതല സംസ്കാരത്തിൽ തന്നെ മത്സ്യങ്ങളെ ഒപ്പം ഇണക്കി വളർത്തുകയും ഭക്ഷണത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുകയും മനുഷ്യർ ചെയ്തിട്ടുണ്ടായിരുന്നു. കംബോഡിയയിലാണ് ആദ്യമായിട്ട് കൂട് കൃഷി, അതായത് മുളകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂട് കൃഷി ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് കംബോഡിയയിലാണ്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിയും തോറും മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സംവിധാനത്തിലൂടെ മത്സ്യങ്ങളെ വളർത്തിയെടുക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് ഫീഡ് ചെയ്യാനായിട്ട്, അതായത് ഇനി വരുന്ന തലമുറകളെ ഫീഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളായിരിക്കും. എന്നാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് മത്സ്യങ്ങളെ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങളെക്കാൾ കൂടിയതായി മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന തലമുറകൾക്ക്, നമ്മൾ ഏകദേശം 800 കോടിയോളം ജനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ ഫീഡ് ചെയ്യണം, അവർക്കായിട്ടുള്ള ഭക്ഷണം കരുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് വേണം, ഈ പറഞ്ഞ മത്സ്യസമ്പത്തിൻ്റെ ആവശ്യകതയുണ്ട്. 2023-24 പഠനപ്രകാരം കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യത്തേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കരയിൽ ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ കരയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറകൾക്കായിട്ട് നമുക്ക് കൃഷി ചെയ്ത് മത്സ്യത്തെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത്. 140-150 കോടി താഴെ ജനങ്ങളുണ്ട് നമ്മൾ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മത്സ്യം ഉൽപ്പാദിപ്പിച്ചേ വരുള്ളൂ. കുറേ ആളുകൾ മത്സ്യത്തിലേക്ക് മാറുന്നുണ്ട്. അതായത് പൊതുവെ ഇന്ത്യക്കാരെല്ലാവരും വെജിറ്റേറിയനാണെന്ന് പറയാറുണ്ടെങ്കിൽ പോലും മിക്കവരും എന്തിലേക്ക് മാറുന്നു? മത്സ്യത്തിലേക്ക് മാറുന്നു. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ omega-3 ഫാറ്റി ആസിഡ്, നല്ല കൊളസ്ട്രോൾ, നല്ല ലിക്വിഡ്, നല്ല പ്രോട്ടീൻ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന മത്സ്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്കൊരു സംരംഭകനാകണം, നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം, ഒരു വ്യവസായം കൊണ്ടുവരണം, ഒരു സംരംഭകത്വത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്നതും ചെയ്യിച്ചെടുക്കാവുന്നതുമായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ മത്സ്യകൃഷി എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ കുറേ അധികം പദ്ധതികൾ ഈ രീതിയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ബ്ലൂ റെവല്യൂഷൻ രണ്ടാമത് കൊണ്ടുവരാനായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കുറേ അധികം പദ്ധതികൾ നമുക്കായിട്ട്, അതായത് ഒരു സാധാരണക്കാരനും കോർപ്പറേറ്റിനും അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഒരു സ്റ്റാർട്ടപ്പിനോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിൽ കുറേ അധികം പദ്ധതികൾ നൽകുന്നുണ്ട്. അത് പല രീതിയിലായിട്ടാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജനയായിട്ടും ജനകീയ മത്സ്യകൃഷിയായിട്ടും ഓരോ സിറ്റിസണിലേക്കും എത്തുന്നുണ്ട്. പൊതുവെ കേരള സർക്കാർ ഈ രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റൽ സിസ്റ്റം വളരെ അനുയോജ്യമായ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു സാധാരണക്കാരന് ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ടും അവർക്ക് കൃഷി ചെയ്യാനായിട്ടും അതിനാവശ്യമായ സബ്സിഡി കിട്ടുവാനായിട്ടും മാർക്കറ്റ് ചെയ്യാനും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെയധികം എളുപ്പമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി സ്ഥലമില്ല എങ്കിൽ പോലും നമുക്ക് ഒരു കൃഷി രീതി അവലംബിക്കാനും ലാഭത്തിലേക്ക് എത്തുവാനായിട്ടും പറ്റും. അപ്പോൾ കുറേ ആളുകൾ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കുറേ പേരുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി +2 കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇവിടെ തന്നെ കൃഷി ചെയ്യാം, ഞാൻ കൃഷിയാണ് ചെയ്യുന്നത്, ഞാനൊരു സംരംഭമാണ് ചെയ്യുന്നതെന്ന് അടിയുറച്ച് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു തലമുറ ഇനി ഉണ്ടായി വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കർഷകനാണ്, ഞാനൊരു എഡ്യൂക്കേറ്റഡ് കർഷകനാണ്, എൻ്റെ വിളവ് എനിക്ക് ഉണ്ടാക്കാനും വിൽക്കാനും അറിയാമെന്ന് പറയുന്ന ആളുകളെ വാർത്തെടുക്കുകയാണ് നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, സ്വന്തമായിട്ടൊരു സംരംഭം എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമല്ല കേട്ടോ, ഉണ്ടാക്കുന്ന വിള, ഇപ്പം മത്സ്യമാണെങ്കിൽ തന്നെ അതിനെ വാല്യൂ അഡീഷൻ, അച്ചാറാക്കാം, കട്ട്ലറ്റ് ആക്കാം, ന്യൂഡിൽസ് ആക്കാം, അതുപോലെ മറ്റ് പല സംരംഭങ്ങളും നമുക്കിതിലൂടെ തുടങ്ങാൻ പറ്റും. കൃഷി, ഞാനിപ്പോൾ മത്സ്യവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് പറയുന്നത്.
കക്കായ ഇറച്ചി വരാം, ഞണ്ട് വരാം, ചെമ്മീൻ വരാം, ഉണക്കച്ചെമ്മീൻ വരാം. എന്ത് രീതിയിലായാലും ഇതെല്ലാം തന്നെ ഈവൻ ഒരു ഫിഷ് സ്റ്റോൾ ആയാൽ പോലും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഗവൺമെൻറ് തരുന്നുണ്ട്. പുതിയ ബഡ്ജറ്റ് വന്നതിനനുസരിച്ച് ഈടില്ലാത്ത മുദ്രാ ലോൺ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എനിക്കറിയില്ല. മുദ്രാ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈടില്ലാതെ തന്നെ നമ്മുടെ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ലോൺ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് മുദ്രാ ലോൺ എന്ന് പറയുന്നത്. ഈടില്ലാത്ത മുദ്രാ ലോണിന്റെ പരിധി ഏകദേശം 20 ലക്ഷം വരെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തീറ്റ ഉൽപാദനം, ബ്രൂഡേഴ്സ് കൊണ്ടുവരുന്നത്, അതായത് തള്ള മത്സ്യങ്ങളെ കൊണ്ടുവരുന്നത്, ബ്രീഡ് ചെയ്യുന്നത്, ഇവ എല്ലാത്തിൻ്റെയും തീരുവ വളരെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മത്സ്യ കയറ്റുമതിയെ കൊണ്ടുവരാൻ, കൂടുതലാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനുമാണ്. അപ്പോൾ കൂടി വരുന്ന ജനസാന്ദ്രത നമ്മൾ ഒപ്പം നിന്നുകൊണ്ട് തന്നെ അത് തൊഴിൽ തേടുന്നവരിൽ നിന്ന് തൊഴിൽ ദാതാവിലേക്ക് എത്തണം. അപ്പോൾ എങ്ങനെ ഒരു മത്സ്യ സംരംഭം തുടങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നമ്മൾ കാണുന്ന ഈ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു മത്സ്യഭവനം ഉണ്ടാവും. നമുക്ക് മിക്കവർക്കും കൃഷിഭവനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ മത്സ്യഭവനം ഉണ്ടാവും. ആ മത്സ്യഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ടാവും, അതുപോലെ തന്നെ കോർഡിനേറ്റർ ഉണ്ടാവും, പ്രൊമോട്ടർ ഉണ്ടാവും. ഇവരെല്ലാവരും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കീം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ലൈസൻസ് എടുപ്പിച്ച് നൽകുവാനും ഇൻഷുറൻസ് നൽകാനും ഉള്ളതാണ്. അപ്പോൾ അവരുടെ കീഴിൽ പല രീതിയിലുള്ള സ്കീമുകൾ അവൈലബിൾ ആയിരിക്കും. ആ സ്കീമുകൾക്ക് ആവശ്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി നിങ്ങൾക്ക് നമ്മുടെ ഇൻഡസ്ട്രി എക്സ്പേർട്ട് വഴി, അതായത് ഓരോ പഞ്ചായത്തിലെയും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി എക്സ്പേർട്ട് വഴി പോവുകയാണെങ്കിൽ മുദ്രാ ലോൺ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. മത്സ്യകൃഷിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പാട്ടത്തിനടുത്ത സ്ഥലത്തും കൃഷി ചെയ്യാം. ആ പാട്ടത്തിനടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുവാണെങ്കിൽ പോലും ലൈസൻസും സബ്സിഡിയും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് കുറവുകൾ ഉണ്ടാകുകയില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. അതിനപ്പുറം തന്നെ ഗവൺമെൻറ് സർവീസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇതിൽ മത്സ്യഭവനിലും മറ്റ് ഫിഷറീസ് ഓഫീസുകളിലും കൃത്യമായി ആനുകൂല്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവൈലബിൾ ആകുന്ന സ്കീമുകളെക്കുറിച്ചും പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ ശാസ്ത്രീയപരമായി കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. താങ്ക് യു.